സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ടി കെ രാജഗോപാലാണ്. സാർ സ്വാഗതം. സാർ, തുർക്കി ഇന്ത്യ ഒരു നയതന്ത്ര പ്രശ്നം വലിയ രൂക്ഷമായി നിന്നൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമുണ്ടായിരുന്ന സമയത്ത് പാകിസ്ഥാൻ അനുകൂല നിലപാടെടുക്കുകയും അവരെ പ്രത്യക്ഷത്തിൽ സഹായിക്കുകയും ചെയ്ത നടപടി തുർക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒരു ഒരു മുസ്ലിം നാറ്റോ രാജ്യ രൂപീകരണം, അതിൻ്റെ തലവൻ തുർക്കിയാകും എന്നൊക്കെ ചില പ്രചാരണങ്ങളും വന്നിരുന്നു. പക്ഷേ പിന്നീട് ഇന്ത്യ നടത്തിയ ചില നയതന്ത്ര നീക്കങ്ങൾ, പ്രത്യേകിച്ച് തുർക്കിയെ വരിഞ്ഞു മുറുക്കുന്ന തരത്തിൽ അവരുടെ മറ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ, അവരുടെ ശത്രുതാ പട്ടികയിലുള്ള മറ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ വലിയ സഖ്യം ഇന്ത്യ രൂപീകരിക്കുകയും അങ്ങനെ വലിയ സമ്മർദ്ദങ്ങളിൽ തുർക്കി അടിപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ തുർക്കിക്ക് ഇന്ത്യയോടുള്ള സമീപനത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. എന്താണ് സംഭവം? ഈ ലോകത്ത് ഇത്ര നന്ദികെട്ട, നമ്മൾ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം, ലോകത്ത് ഇത്രയും നന്ദികെട്ട ഒരു രാജ്യമുണ്ടെങ്കിൽ അത് തുർക്കിയാണ്, അല്ലേ? നമുക്ക് എത്ര അനുഭവങ്ങളാണ്, ഇന്ത്യ മഹാരാജ്യത്തിന് എത്ര അനുഭവങ്ങളാണ് അവര് ലോകവേദികളിൽ പോലും അവര് നമുക്ക് വേണ്ടി കരുതി വെച്ചെന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ ഓരോ പ്രവൃത്തികളും ഓരോ വാക്കുകളും ലോകത്തിന്റെ മുമ്പിൽ നമ്മളെ നാണം കെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ സൈനികമായിട്ട് സഹായിച്ചിരിക്കുന്നതിന്, ഇത് രണ്ടുമായിരുന്നു അവരുടെ ലക്ഷ്യം. ശരിയാണ്. പിന്നെ അവിടുത്തെ ജനസംഖ്യയിൽ 99% മുസ്ലിങ്ങളാണ്. മുസ്ലിം രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത്. ബാക്കി ചെറിയ ശതമാനമേ ഉള്ളൂ ജൂതന്മാരും, വളരെ ഒരു പെർസെന്റേജ് പോലും ഇല്ല മറ്റ് ജൂതന്മാരെന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സർവാധിപത്യമുള്ള ഒരു രാജ്യമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് മതമാണ്, ഇവരുടെ ഒരു പ്രധാന പ്രഖ്യാപനം ഇതായിരുന്നു. മതമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യമെന്നാണ് ഇവരുടെ വാദം. അവിടുത്തെ ഏത് ഭരണാധികാരി വന്നാലും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ എർദോഗന്റെ സ്ഥിതി അത് തന്നെയാണ്. അദ്ദേഹത്തിന്റെയും വാദം അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇന്ത്യയുടെ നേരെയായിരുന്നു ഇവരുടെ പ്രധാന വിമർശനങ്ങളും, അതേപോലെ തന്നെ സൈനികപരമായിട്ടും മറ്റുള്ള സഹായങ്ങളും നമുക്കെതിരെയായിരുന്നു അവര്. പാകിസ്ഥാനായിരുന്നു അവരുടെ ഒരു മാതൃ രാജ്യം. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇന്നും അങ്ങനെയായിരുന്നു. പാകിസ്ഥാനെ സഹായിക്കുക, അതായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട, ഈ അന്താരാഷ്ട്ര വേദികളിലും അങ്ങനെ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ നമുക്ക് കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ നമ്മുടെ ടൂറിസ്റ്റുകളെ, അല്ലെ, 28 പേരെയോ മതം നോക്കി കൊലപ്പെടുത്തിയത് ഓർമ്മയില്ലേ? ആ സമയത്ത് കലിമ ചൊല്ലാൻ പറഞ്ഞിട്ട് അത് ചൊല്ലാൻ കഴിയാഞ്ഞ ആളുകളെ, കഴിവില്ലാഞ്ഞ ആളുകൾ, അതായത് ആ മതം പ്രാക്ടീസ് ചെയ്യാത്ത ആളുകളെ മതത്തിന്റെ പേരിൽ വെടിവെച്ച് കൊല്ലുക, കൂട്ടക്കൊല നടത്തി, അല്ലേ? ഒരു ചെറുപ്പക്കാരടക്കം, ചിലപ്പോൾ ദമ്പതികളടക്കം. ഇപ്പൊ നമ്മുടെ മലയാളി ഉണ്ടായിരുന്ന ഒരു മലയാളി അടക്കമുള്ളവര്, മകളുടെയും അമ്മയുടെയും കുടുംബത്തിന്റെയും മുമ്പിൽ വെച്ചിട്ടാണ് മലയാളി എറണാകുളത്തുകാരനെ അടക്കം വെടിവെച്ച് കൊന്നവര്. ആ പാകിസ്ഥാനി ഭീകരര് അത് ചെയ്ത സമയത്ത് ഇവര് UN-ൽ നമ്മളിപ്പോ നടപടിയെടുത്തു. അതിനെ തുടർന്നാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ ആരംഭിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, ഈ ഇവിടുത്തെ ഇന്ത്യയിലെ നമ്മുടെ വീട്ടമ്മമാരുടെ, നമ്മുടെ യുവതികളുടെ, അവരുടെ മംഗല്യ സൂത്രം പൊട്ടിച്ചു കളയും, അവരുടെ കുങ്കുമക്കുറി മായ്ച്ചു ചെയ്യുന്നവരോടൊന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല എന്നുള്ള തീരുമാനമായിരുന്നു. അതാണ് ഓപ്പറേഷൻ സിന്ദൂറായിട്ട് പിന്നീട് അത് പരിണമിച്ചത്. ഈ സമയത്ത് ഇവരെന്താണ് ചെയ്തത്? ഈ സമയത്തും പാകിസ്ഥാന് വേണ്ടി എന്താണ് അവർ ചെയ്തത്? ഓപ്പറേഷൻ സിന്ദൂർ നമുക്കറിയാമായിരുന്നു ഇവന്റെമാരുടെയൊക്കെ ശക്തി എത്രയുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. പാകിസ്ഥാനെ നമ്മൾ 5 ദിവസം കൊണ്ടാണ് യുദ്ധം തീർത്തത് നമ്മൾ. ഇപ്പൊ സെക്കൻഡ് ഡേയിൽ തന്നെ ബ്രഹ്മോസ് മിസൈല്, ഇന്ത്യയുടെ ഏറ്റവും പ്രകടശേഷിയുള്ള ഏതാണ്ട് 800 കിലോമീറ്റർ വരെ പോകാൻ കഴിയുന്ന ബ്രഹ്മോസ് ആണ് ഉപയോഗിച്ചത്. നമ്മുടെ പ്രതിരോധ മന്ത്രി എന്ന് പറഞ്ഞത് കേട്ടില്ലേ? പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട 3 തുറമുഖ നഗരങ്ങളില് അർദ്ധരാത്രിക്ക് സൂര്യൻ ഉദിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിച്ചാമ്പലാക്കിച്ച് കളഞ്ഞതിനെ. അതിനുശേഷമാണ് ഇവരെല്ലാവരും, സൈനിക മേധാവികളും ബങ്കറിനടിയിലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പൊ അടുത്ത സമയത്ത് ചില പട്ടാള മേധാവികൾ പാകിസ്ഥാനിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, ഇന്ത്യയുടെ ബ്രഹ്മോസ് വരുന്നത് കണ്ടിട്ട് സൈനിക മേധാവികളും ഭരണാധികാരികളും ബങ്കറിനടിയിലായിരുന്നു. അവർ 6 ദിവസവും 7 ദിവസവും യുദ്ധം തീർന്ന ശേഷമാണ് പുറത്തു വന്നത്. അപ്പൊ അത്തരം പരിപാടികളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഇന്ത്യയിലേക്ക് വന്ന ഏതാണ്ട് 400-500ഓളം ഡ്രോണുകൾ കൊടുത്തത് ഈ തുർക്കിയാണ്. ആലോചിച്ച് നോക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, നന്ദികേടിന്റെ പര്യായം ഇവരെ വിശേഷിപ്പിച്ചതിന്റെ കാരണം അതാണ്.
നമ്മൾ കേരളം സഹായിച്ചിട്ടില്ലേ? അത് ഓർക്കുന്നില്ലേ? പ്രേമൻ ഓർക്കുന്നില്ലേ? അവിടെ ഭൂകമ്പമുണ്ടായ സമയത്ത് ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റാണ്, കേരള ഗവൺമെന്റ്. നമ്മളും എല്ലാവരും അതിനകത്ത് സംഭാവന കൊടുത്തതാണ്. തുർക്കിയിലെ പാവപ്പെട്ട മനുഷ്യരാണ്, അവരെ സഹായിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ 10 കോടി അല്ലേ, 10 കോടി രൂപയാണ് ആ നാടിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് പിരിച്ചു കൊടുത്തത്. നമ്മളെ ലോക സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമാധാനത്തിന് ജാതി വേണ്ടിയും നമ്മൾ കേരള സർക്കാർ എന്തോ തുക വകയിരുത്തിയ വലിയ വാർത്തയായി. തീർച്ചയായിട്ടും അങ്ങനെ മനുഷ്യത്വപരമായ നമുക്ക് ജാതി മതം ഒന്നും നോക്കാറില്ലല്ലോ. നമ്മൾ ഇത്തരം കാര്യങ്ങളെന്നല്ല, കഷ്ടപ്പെടുന്ന മനുഷ്യരാരാണോ അവരെ സഹായിക്കാൻ. അവരുടെ ജാതി ഏതാണ്, മതം ഏതാണോ നമ്മൾ നോക്കാറില്ല. പക്ഷെ ഇവർക്കതല്ല പിന്നെ പ്രേമൻ. അതാണ് അവരുടെ ആ രാജ്യത്തിന് ഞാൻ പറഞ്ഞ നന്ദി കെട്ടവന്മാരെന്ന് പറഞ്ഞത്. ഇവർ ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ലത്. ഇവർ ഇന്ന് ഇന്നലെ കാശ്മീരില് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ മുതൽ തുടങ്ങി ഇവർക്ക് ഇറങ്ങിയ അസുഖമാണിത്. അതിനു മുമ്പ് ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു. നമ്മുടെ ആർട്ടിക്കിൾ 370, അതായത് കാശ്മീരിന്റെ പ്രത്യേക അവകാശം എടുത്ത് കളഞ്ഞപ്പോൾ UN ഏറ്റവും ശക്തമായിട്ട് ഉന്നയിച്ച രാജ്യം തുർക്കിയാണ്. അതെ, നമുക്കെതിരെ അവരുടെ പ്രതിനിധി, UN പ്രതിനിധി ഏറ്റവും രൂക്ഷമായ ഭാഷയിലാണ് സംസാരിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഓർമ്മയില്ലേ? അവിടുത്തെ ആ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു കാശ്മീരിൽ. മനുഷ്യാവകാശം, അതായത് സുഖമായിട്ട് ജാതിയുടെയും അല്ലെങ്കിൽ പ്രാദേശികവാദത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞിട്ട് എന്തെല്ലാം ആനുകൂല്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് അവിടെ ഭരണാധികാരികൾ അടക്കം, അല്ലേ? ഭരണാധികാരികളുടെ അടക്കം ഇഷ്ടംപോലെ ആനുകൂല്യങ്ങൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകള് അത് ഇന്ത്യക്കാർക്കെല്ലാം ഒന്നിച്ചുപോലെ ഒരുപോലെ വീതിച്ചു കൊടുക്കണം എന്ന് നമ്മൾ അതിനകത്ത് ആവശ്യപ്പെട്ടുള്ളൂ. പക്ഷെ ഇവരെന്തെല്ലാമാണ് ചെയ്തത്? നമ്മുടെ ലാൽ ചൗക്കിൽ പോലും നമുക്ക് ദേശീയ പതാക ഉയർത്താൻ വയ്യാത്ത സാഹചര്യങ്ങൾ വളരെ സൃഷ്ടിച്ചു കളഞ്ഞു. നമ്മുടെ പട്ടാളക്കാരെ, സൈനികരെ കല്ലെറിയുകയും അവരുടെ നേരെ മാരകായുധങ്ങൾ പ്രയോഗിക്കുകയും, അല്ലെ? ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞാൽ എന്നും ഒരു ഭീഷണിയായിട്ട് മാറി. അതിനെ എടുത്തുകൊണ്ട് പോകുക എന്നുള്ളതാണ്. ഇന്ത്യയുമായിട്ട് വെട്ടിമുറിച്ച് കൊണ്ടുപോകുക തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ അത് നരേന്ദ്രമോദിയുടെ വളരെ കർശനമായൊരു നിലപാടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കാശ്മീർ തിരിച്ചു പിടിച്ചെന്നത് സ്വർഗരാജ്യമായില്ലേ? ഇന്നത് സ്വർഗരാജ്യമായി ടൂറിസ്റ്റുകൾക്കൊക്കെ പോകാനും വളരെ സൗകര്യങ്ങളായി. നമ്മൾ പറഞ്ഞല്ലോ, അന്താരാഷ്ട്ര കാശ്മീരിൽ ലഡാക്കുമായി വീണ്ടും വന്ന ശേഷം അതിന് ഒരു വലിയ സ്വർഗഭൂമിയായിട്ട് മാറുകയാണ്. അപ്പൊ അവിടത്തേക്കാണ് വീണ്ടും അരക്ഷിതാവസ്ഥ പഹൽഗാം ആക്രമണവുമായിട്ട് അവർ വന്നത്. അപ്പൊ നമ്മൾ ഇനിയും തീരുമാനിച്ച് ഇനിയവന്മാരെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇത്തരത്തിലവന്മാരെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇവർക്ക് തിരിച്ചൊരു പണി കൊടുക്കണം. നമ്മളെ ഇങ്ങോട്ട് വരുന്ന പറഞ്ഞില്ലേ, നമ്മളെ ഏത് തരത്തിലാണെങ്കിലും ആക്രമിക്കാൻ വരുന്നവരെ ഇനിയും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സൈപ്രസുമായിട്ട് ഇവനോട് അടുത്ത് ചേർന്ന് മെഡിറ്ററേനിയൻ കടൽ കിടക്കുന്ന സൈപ്രസ് വലിയ താല്പര്യം പ്രകടിപ്പിച്ചു ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിന്. നമ്മൾ കിട്ടിയ അവസരം നമ്മൾ അത് ഉപയോഗിച്ചു. സൈപ്രസിന് എന്ന് പറഞ്ഞല്ലേ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്നും ഒരു ഭീഷണിയാണ്. തുർക്കി എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളും മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം, അതിൽ കിടക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം ഭീഷണിയാണ്. അതുകൊണ്ട് നമ്മൾ സൈപ്രസുമായിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ഇവിടെ വന്നിരുന്നല്ലോ. പ്രസിഡന്റ് ഇവിടെ വന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കരാറ് അതിനകത്ത് ഒപ്പിട്ടു. ആ കരാറ് നിക്കോളാസ് ആണ് അദ്ദേഹത്തിന്റെ പേര്. ആ കരാർ പ്രകാരമാണെങ്കിൽ നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് വേണം. അവരുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഇതിന്റെ പ്രഹരശേഷി അവർ മനസ്സിലാക്കി. ഈ ബ്രഹ്മോസിന്റെ ശക്തി എന്തുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴ് ഈ ഏതാണ്ട് ഒരു 5 വർഷത്തേക്കോ മറ്റോ നീണ്ടൊരു കരാറാണ് അതിനകത്ത് ഒപ്പിടുന്നത്. ഈ ബ്രഹ്മോസ് വന്നു കഴിഞ്ഞാല് തുർക്കിയുടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളും അവരുടെ സൈനിക കേന്ദ്രങ്ങളും ഒക്കെ ഇതിന്റെ റേഞ്ചിലാണ് വരുന്നത്. അതായത് ഈ ബ്രഹ്മോസിന്റെ റേഞ്ചിനകത്ത് നിൽക്കുകയാണ് ഇതെല്ലാം. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി, എങ്ങോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളത് മനസ്സിലായി. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രീസുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രീസിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. അത് പ്രതിരോധ മന്ത്രിയാണ് വന്നിരുന്നത്. വന്ന ശേഷം അവരും നമ്മളുമായിട്ടൊരു സൈനിക കരാർ ഉണ്ടാക്കി. അവരും ഈ തരത്തില് ഈ കടലിൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഈ തുർക്കിയുടേതായ ചില ഭീഷണികൾ നേരിടുന്നുണ്ട് അവരുമായിട്ട് നമ്മൾ എഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്നു. അതും സൈനിക പ്രതിരോധ കരാറാണ്. ഈ സൈനിക പ്രതിരോധ കരാർ പ്രകാരമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സൈനിക മേധാവിയും ഗ്രീസിന്റെ ഒരു സൈനിക മേധാവിയും ഈ സമുദ്രങ്ങളിൽ കൂടെയും മറ്റേ ആകാശത്തൂടെയും ഉള്ള ഈ എല്ലാ സൈനിക നീക്കങ്ങളും മോണിറ്റർ ചെയ്യും. അതായത് തുർക്കിയുടെ എല്ലാ സൈനിക നീക്കങ്ങളെയും മോണിറ്റർ ചെയ്യത്തക്ക വ്യവസ്ഥയിലാണ് ഈ കരാറും വന്നിരിക്കുന്നത്. അപ്പൊ ചുരുക്കത്തില് ഗ്രീസും ഈ സൈപ്രസും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം, ഈ ബന്ധം അങ്ങോട്ട് മെച്ചപ്പെട്ടു വന്നു. നമ്മൾ ആയുധങ്ങളും പ്രതിരോധ മേഖലയിൽ കരാറും നമ്മുടെ ഈ പറഞ്ഞ ബ്രഹ്മോസും വാങ്ങിക്കാനുള്ള തീരുമാനം വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് തലയിൽ വെളിവുണ്ടായി, എർദോഗന് തലയിൽ വെളിവുണ്ടായി. അതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നത് കണ്ടില്ലേ, ഇന്ത്യ ഞങ്ങളുടെ സുഹൃത്ത് രാജ്യമാണ്.
ആലോചിച്ച് ഇന്ത്യ ഞങ്ങളുടെ സുഹൃത്ത് രാജ്യമാണ്. ഇന്ത്യയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലെന്നാണ് പറയുന്നത്. ഇന്ത്യ മഹാരാജ്യവുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അത് തന്നെ എന്റെ സൗഹൃദം തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ പുതിയ പ്രസ്താവന വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഏത് സമയത്ത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളരാത്ത ഒരു രാജ്യമായിരുന്നു ഇതുവരെ. ഇനിയെങ്കിലും അവർ അനുഭവങ്ങൾ പാഠങ്ങൾ മനസ്സിലാക്കി, അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളെ കയറി അടിക്കാൻ വരുന്നവനെ എന്താണ് ഇതിന്റെ പറയുന്നത്, മലയാള ഭാഷയിൽ നല്ലൊരു വാക്ക് പറയുമ്പോൾ തന്നെ പറഞ്ഞോളൂ, അവനെ നമ്മളെ വായിൽ കയറി പൊട്ടിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അവന്റെ അണ്ണാക്കിൽ വെടിവെക്കുക എന്ന് പറയുന്ന ഒരു ഏർപ്പാട് അത് നമ്മൾ കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇവൻ തുർക്കി മര്യാദയ്ക്ക് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, നന്ദി സാർ.